ഇറാനും യുഎസും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഒഴിയുന്നു. സമാധാന കരാർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ലോകം മുഴുവനും ഇതൊരു അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു സമാധാന കരാറിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ധാരണാപത്രം ഓൺലൈനായിട്ടാണ് ഒപ്പിട്ടിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് യുഎസും ഇറാനും പ്രഖ്യാപിച്ചത്. അപ്പോഴും തീരുന്നില്ല പ്രശ്നങ്ങൾ. കാരണം ഇസ്രായേൽ പറയുന്നത്, ആ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒപ്പിട്ടു, പക്ഷെ ഈ കാര്യത്തിൽ നമുക്ക് പങ്കൊന്നുമില്ലേ എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് ഇസ്രായേലിന്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. സമാധാന കരാർ മാനിച്ച് ഞായറാഴ്ച രാത്രിക്ക് ശേഷം ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം നിർത്തിയതായിട്ട് ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കട്സ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്. ഒന്ന്, നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ കടന്നുകൂടുക എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഈ സമയത്ത് തീർത്തും അസാധ്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കൂടാതെ ഇടയ്ക്കിടെ പൊങ്ങി വരുന്ന എപ്സ്റ്റീൻ ഫയലും. ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് ട്രംപിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രേസിന്റെ വാളാണ് എന്ന് തന്നെ പറയാം. അതിനിടയിലാണ് ഇസ്രായേൽ പോയി ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചതും പിന്നീട് എന്നെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വരുമെന്നുള്ള നിലയ്ക്ക് യു എസിനെ വിളിച്ചു വരുത്തുന്നത്. സത്യത്തിൽ യു എസ് ആഗ്രഹിച്ചിരുന്നോ ഈ ഒരു യുദ്ധം എന്നുള്ളത് നമുക്ക് സംശയകരമാണ്. എന്തായാലും വെനസ്വേലയിൽ നിന്ന് ആ രാജ്യത്തെ പിടിച്ചടക്കുകയും ആ രാജ്യത്തിന്റെ സമ്പത്തായിട്ടുള്ള എണ്ണയെ പിടിച്ചടക്കുകയും ചെയ്യാമെന്നുള്ള മോഹം, അതുപോലെ തന്നെ ഇറാനിലും ചെയ്യാമെന്നായിരുന്നു യു എസിന് ഉള്ളിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ആഗ്രഹം. സത്യത്തിൽ യു എസിലെ ജനം ഈ ഒരു യുദ്ധം താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യു എസിന്റെ തിരിച്ചടിയിൽ നിന്ന് യു എസിന്റെ സൈനിക കേന്ദ്രങ്ങളൊക്കെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുകയും ചെയ്തു. എന്തായാലും യു എസ് ജനത്തിന് ഈ ഒരു യുദ്ധത്തിലേക്ക് പോകാനോ വീണ്ടും ഒരു തല പുകയ്ക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴും ട്രംപ് തന്നെയാണ് ബിഗ് ഡീലുമായിട്ട് മുന്നോട്ട് പോയത്. ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ നിന്ന് ഊറ്റാവുന്നത്ര ഊറ്റിയെടുക്കുക, അവിടെ തങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ഒരു പാവ ഭരണകൂടത്തെ കൊണ്ടുവയ്ക്കുക, അതിന് റേസ പെഹ്ലവി എന്ന് പറയുന്ന ഷാ വംശത്തിലെ ഇപ്പോഴത്തെ തലമുറയിലെ കണ്ണിയെ കൊണ്ടുവയ്ക്കുക എന്നതൊക്കെയായിരുന്നു പദ്ധതി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സംഭവം നടക്കില്ല എന്നുള്ളത് എന്തുകൊണ്ട് കണക്ക് കൂട്ടാനായിട്ട് ട്രംപിന് കഴിഞ്ഞില്ല? കാരണം റേസ പെഹ്ലവിയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ജൂതനാണ്. ഇറാന് ജൂതവിരോധം, അല്ലെങ്കിൽ ഇസ്ലാമുകൾക്ക് ജൂതവിരോധം എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരിടത്തേക്ക് ഒരു ജൂതന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ള റേസ പെഹ്ലവിയെ എങ്ങനെയാണ് ഇറാൻ അംഗീകരിക്കുക? അത് ഇറാൻ ഒന്നടങ്കം ബഹിഷ്കരിച്ചതിന്റെ ഒരു പ്രകമ്പനമാണ് നമ്മൾ കണ്ടത്. കാരണം തലപ്പത്തിരുന്നവരെ മുഴുവനും തീർത്തിട്ടും ഇറാൻ ജനം ഇവർ വിചാരിച്ചതുപോലെ ഒരു പ്രശ്നത്തിലേക്ക്, വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുക, അവിടെ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലെ റേസ പെഹ്ലവിയെ കൊണ്ടുവയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, റേസ പെഹ്ലവിയെ അവർ തള്ളാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോ അവിടെ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ഒരു പദ്ധതി പാളിപ്പോകുന്നുണ്ട്. ഇറാനെ എങ്ങനെയും ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു താല്പര്യമാണ്. ഇസ്രായേലിന് അതിന് കയ്യിലുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് ട്രംപിനെ കുറിച്ചുള്ള എപ്സ്റ്റീൻ ഫയൽ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ട്രംപിന്റെ എപ്സ്റ്റീൻ ഫയൽ ഉൾപ്പെടെ എല്ലാ രേഖകളും കൈകളിലുള്ളത് ഇസ്രായേലിന്റെ കയ്യിലാണ്. എന്തുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത്ര നാളായിട്ടും പുറത്തു വരാത്തത്? ഈ പുറത്തു വരാത്ത ഈ ഫയലുമായി മുഴുവനും ഒന്നും പുറത്തു വന്നിട്ടില്ല. നമ്മൾ പറയുന്നത് പോലെ ഈ ഫയലിന്റെ അവിടെയും ഇവിടെയും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഇപ്പോഴേ ഇത്തരത്തിൽ നമ്മൾ ഞെട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ നടുങ്ങിപ്പോകുന്ന തരത്തിലുള്ളതായിരിക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രമല്ല, യു എസിന്റെ സാമ്പത്തിക ഇടങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്. ആ ജൂതന്മാരെ തിരസ്കരിച്ചുകൊണ്ട് യു എസിന്റെ മുന്നോട്ട് പോക്കും വലിയ രീതിയിലൊന്നും സാധ്യമല്ല. അത് പലപ്പോഴും പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
നമ്മൾ വിചാരിക്കും ഇസ്രായേല് US കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കുറച്ചുകൂടെ കാര്യമായി നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പല രേഖകളും ട്രംപിനെ എന്നല്ല, ട്രംപിന്റെ അപ്പൂപ്പൻ വന്നാലും ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിൽ കുടുക്കി വെക്കാവുന്ന തരത്തിലുള്ള രേഖകളൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ബിബിയുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് അവിടെ പോയി ഇറാനിൽ പോയി പൊട്ടിച്ചിട്ട് വന്നിട്ട്, ചേട്ടാ ഞങ്ങളെ തല്ലി നിങ്ങളും കൂടെ ഇറങ്ങിയില്ലെങ്കിൽ ദേ ഈ സാധനം അങ്ങ് പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. സത്യത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് അമേരിക്ക പറയുന്നിടത്ത് അമേരിക്കയെ കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അമേരിക്ക ഇത്രയും അടിപതറി പോയിട്ട് പോലും അമേരിക്ക പറയുകയാണ്, പലതവണ ഇറാനോടാണ് പറയുന്നത്, ഞങ്ങൾ വെടിനിർത്തലിന് ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ വരൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും ഇറാൻ ഒന്നും പോയിട്ടില്ല. അങ്ങനെ അമേരിക്കയെ അല്ലെങ്കിൽ ട്രംപിനെ കുടുക്കിയിട്ട ജൂത ബുദ്ധി കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, യുദ്ധം ജയിക്കുന്നതും തന്ത്രപരമായി ജയിക്കുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ഇറാൻ യുദ്ധം ലോകത്തെ ചില യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മിസൈലുകളും വ്യോമാക്രമണങ്ങളും ലോക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ പലരും കരുതി യുദ്ധം അവസാനിച്ചു എന്ന്. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനിക മേധാവിത്വം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഈ പുകയടങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഇറാൻ വിജയിച്ചതല്ലേ? അതായത് ഇറാൻ ഭരണകൂടം ഇപ്പോഴും തലയുയർത്തി തന്നെ നിൽക്കുകയാണ്. അവരുടെ പ്രാദേശിക സ്വാധീനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. യുദ്ധത്തിലേക്ക് നയിച്ച അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു പരിഹാരവുമില്ല. അപ്പോൾ പിന്നെ ഈ യുദ്ധം കൊണ്ട് എന്താണ് ശരിക്കും ഉണ്ടായത്? യുദ്ധക്കളത്തേക്കാൾ ലോകത്തെ വിറപ്പിച്ച ഹോർമോസ് ബോംബുകൾ വീണ യുദ്ധഭൂമിയേക്കാൾ ലോകത്തെ ഭയപ്പെടുത്തിയത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു കടലിടുക്കാണ് ഹോർമോസ്. ഹോർമസിന് നേരെയുണ്ടായ ഓരോ ഭീഷണിയും ലോകത്തെ എണ്ണ വ്യാപാരികളെയും കപ്പൽ കമ്പനികളെയും ഇൻഷുറൻസ് ഏജൻസികളെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ പാനിക് ആക്കി എന്ന് പറഞ്ഞാൽ മതി. എന്താണ് സംഭവിച്ചത് എന്നതിനേക്കാൾ ഇനി എന്ത് സംഭവിക്കും എന്ന ഭയമാണ് ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ ആഗോള വിപണിയെ തന്നെ പിടിച്ചു കുലുക്കിയത്. മറ്റൊന്ന്, ആദ്യം പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളാണ്. അവരും ഒരു പാഠം പഠിച്ചു. ഈ യുദ്ധം അവർക്കും ഒരു മുന്നറിയിപ്പായിരുന്നു. എത്ര വലിയ ആധുനിക ആയുധങ്ങൾ ഉണ്ടെങ്കിലും, ലോകത്തെ ഏറ്റവും ശക്തരായ സുഹൃത്തുക്കൾ കൂടെയുണ്ടെങ്കിലും, പ്രാദേശികമായിട്ടുള്ള അസ്ഥിരതകളിൽ തങ്ങൾ ഇപ്പോഴും സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യം അവരെ ചിന്തിപ്പിച്ചു തുടങ്ങി. ഒരൊറ്റ ശക്തിയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നതിന് പകരം പുതിയ തന്ത്രപ്രധാന പങ്കാളികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുള്ളത്. പിന്നീട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാറിയ യുദ്ധ നിയമങ്ങളാണ്. ഒരുപക്ഷെ ലോകം പഠിച്ച ഏറ്റവും വലിയ പാഠം ഇത് തന്നെ ആയിരിക്കാനും വഴിയുണ്ട്. ആധുനിക യുദ്ധങ്ങളുടെ ജയം അളക്കുന്നത് എത്ര രാജ്യം പിടിച്ചെടുത്തു അല്ലെങ്കിൽ എത്ര ശത്രുക്കളെ കൊന്നൊടുക്കി എന്നതിലൊന്നുമല്ല. മറിച്ച് എന്താണ്, ലോകത്തിന്റെ വിതരണ ശൃംഖലകളൊക്കെ എത്രത്തോളം തകർന്നു, ഊർജ വിപണി എത്രത്തോളം ഇടിഞ്ഞു, ആഗോള നിക്ഷേപകരുടെ വിശ്വാസം എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നതിലൊക്കെ അല്ലേ. ഇറാൻ യുദ്ധം അവസാനിച്ചിട്ടുണ്ടാകാം, പക്ഷെ അത് തുറന്നു കാണിച്ച പുതിയൊരു ലോകമുണ്ട്. സാമ്പത്തിക തകർച്ചകളുടെയും തന്ത്രപരമായിട്ടുള്ള അനിശ്ചിതത്വങ്ങളുടെയും ഒക്കെ എളുപ്പം തകരാവുന്ന ഒരു ചോക്ക് പോയിന്റുകളുടെയും ലോകം. ഇതൊന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിൽ പോലും വിചാരിക്കാൻ കഴിയാത്തതാണ് ഈ യുദ്ധം അവസാനിച്ചു എന്നുള്ളത്. ഇത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു യുദ്ധത്തിന്റെ ഒരല്പം സമയം മൗനം പാലിക്കൽ മാത്രമാണ് എന്നാണ് തോന്നുന്നത്.